ഇത്രയും നേരം തല്ലിട്ട് വാതറൊന്നും പറഞ്ഞില്ലല്ലോ. പണി ഏൽപ്പിച്ചവരോട് ഇവന് കൂറുണ്ട്. ഇവനൊക്കെ കൈ കിട്ടുമ്പോ തന്നെ കൊന്നുകളയണം ഗോപാലേട്ടാ. ഏയ് അത് വേണ്ട. ഇവനെ കൊണ്ടുപോയി മുമ്പിൽ നിർത്തുമ്പോ ആ സത്യവതി മൂർത്തിയും കാര്യം പറയും. എന്റെ കൃഷ്ണമോളെ അനീസാറിനെയാ ഇവൻ ചതിച്ചത്. അത് വെറുതെ വിടുന്ന പ്രശ്നമില്ല. എന്തായാലും ഇന്നത്തോടെ അവരുടെ കളി അവസാനിപ്പിക്കും. ഇവിടുന്ന് സ്ട്രൈറ്റ് പോട്ടെ. അവിടെ ചെന്നിട്ട് നിനക്ക് ശമ്പളം തന്നവരെ കണ്ടിട്ട് ഞങ്ങൾ തീരുമാനിക്കും നിന്നെ കൊല്ലണോ വേണ്ടയോന്ന്. കേട്ടോ? ബാഗിലാ ഞാൻ വെച്ചിരുന്നത്. നോക്കട്ടെ. കണ്ടോ? ഇവിടെയെങ്കിലും കാണുന്നില്ലല്ലോ അമ്മായി. അതാ ഞാൻ പറഞ്ഞത്, ഇതങ്ങനെ വിട്ടാ ശരിയാവൂല. കുത്തി കൊല്ലാൻ വേണ്ടി ആളുകൾ കയറുക, അത് കഴിഞ്ഞ് മോഷണം നടക്കുക. ഞാൻ ആ സിഐ ഒന്ന് വിളിക്കട്ടെ. ആ അത് തന്നെയാ നല്ലത്. അമ്മായി വിളിക്കേ. ഹലോ. ഹലോ സാറേ, ഞാൻ പുഴയോരം വീട്ടിലെ സത്യവതിയാ. എനിക്ക് മനസ്സിലായില്ല സാറേ, കഴിഞ്ഞ ദിവസം സാറ് അറസ്റ്റ് ചെയ്ത അനിയൻ കുഞ്ഞില്ലേ, അനിയൻ കുഞ്ഞിന്റെ ചേച്ചിയാ. ഇനി ആ കേസിൽ എന്തിനു സംസാരിക്കാനാണോ? അതല്ല സാറേ, വീട്ടിൽ നിന്ന് കുറച്ച് പണം കാണാനില്ല. എത്ര? 10 ലക്ഷം. 10 ലക്ഷം രൂപ നിങ്ങൾ എന്തിനാ വീട്ടിൽ സൂക്ഷിച്ചേ? ഇപ്പോഴത്തെ കാലത്ത് അതിന് അനുവാദമില്ലാന്നറിയില്ലേ? ഞാൻ ബാങ്കിൽ നിന്ന് പിൻവലിച്ചതാ സാറേ. കൃത്യമായ രേഖകളുണ്ട്. എപ്പോഴാ മോഷണം പോയത്? വൈകുന്നേരം 4 മണിക്കാ സാറേ ഞാൻ കൊണ്ടുവന്ന് വെച്ചത്. ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. വീട്ടിൽ ആരോ കടന്നിട്ടുണ്ട് സാറേ. ഓ, നിങ്ങളുടെ വീട്ടിൽ സ്ഥിരം ആള് കയറ്റമാണല്ലോ. ശരി, ഞാൻ ഉടനെ വരാം. ഇവരാരാ? എന്റെ അമ്മ. അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ, അത്രേ ഉള്ളൂ സാർ. പോലീസുകാരോട് പറയുമ്പോ കൃത്യമായിട്ടൊക്കെ പറയണ്ട മോളെ. അമ്മയെ പോലെ ഇവരുടെ സ്ഥിരമായിട്ട് താമസിക്കുന്നതാണോ? അതെ സാർ. എന്താ നിങ്ങളുടെ പേര്? തങ്കമെന്ന സാർ. ശരിക്കുള്ള പേര് ശാന്തി എന്നാണ് സാർ. ശരിക്കുള്ള പേര് ശാന്തി, ഇപ്പൊ തങ്കം. അതെന്താ അങ്ങനെ ഒരു പേരുമാറ്റത്തിന് പിന്നില്? അത് സാർ, അമ്മ മുമ്പ് പല സ്ഥലങ്ങളിലായിട്ട് താമസിച്ചപ്പോ. പല സ്ഥലങ്ങളിൽ പല പേരിൽ താമസിക്കുന്നത് കുറ്റകരമല്ലേ? പുറത്തുനിന്ന് ആരും ഇവിടെ വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് പണം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയില്ലല്ലോ. ആദ്യം ഞങ്ങൾക്ക് ഈ വീട് മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യണം.
അതെ, താനിവിടെ തങ്ങുമ്പോൾ താമസിക്കുന്ന മുറി അതാ. അയ്യോ സർ, മൂർത്തിയെ സംശയിക്കേണ്ട. ഒരു പരാതി കിട്ടിയാ ആരും സംശയിക്കണ്ടെന്ന് നിങ്ങളെ പഠിപ്പിക്കണ്ട. നിങ്ങളുടെ മുറി അതാ. സർ, അതാണ്. ഇവര് രണ്ടുപേരും ഏത് മുറിലാണ് താമസിക്കുന്നത്? ഞാൻ കാണിച്ചു തരാം സർ. മുകളിലാ.